നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. SIR ജോലി സമ്മർദ്ദം. കണ്ണൂരിൽ BLO ജീവനൊടുക്കി. BLOയുടെ ആത്മഹത്യ. സംസ്ഥാന വ്യാപകമായി നാളെ പണിമുടക്കുമെന്ന സംഘടനകൾ. നവംബർ 16 ജയന്റെ ഓർമ്മകളിൽ 45 വർഷം. മണ്ഡല മകരവിളക്കോത്സവം. ശബരിമല നട തുറന്നു. തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പ്. വോട്ടർ പട്ടികയിൽ 2.25 കോടി വോട്ടർമാർ. ആഗോളതാപനത്തെ ചെറുക്കാൻ സീറോ എനർജി വീടും ലോ കാർബൺ ഹോട്ടലുകളും വേണം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കണ്ണൂരിൽ BLO ജീവനൊടുക്കി. കണ്ണൂർ ഏറ്റുകുടുക്കിലാണ് സംഭവം. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജ് 44 മരിച്ചത്. SIR ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയതെന്നാണ് സംശയം. ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. BLOയുടെ മരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. പോലീസ് അന്വേഷണം നടക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ജോലി സമ്മർദ്ദം ഉള്ളതായി പറഞ്ഞിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിച്ചു. BLOയുടെ ആത്മഹത്യ. സംസ്ഥാന വ്യാപകമായി നാളെ പണിമുടക്കുമെന്ന് സംഘടനകൾ. BLO ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി BLOമാർ പണിമുടക്കും. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഇരു സംഘടനകളും സംയുക്തമായി പ്രസ്താവനയിൽ അറിയിച്ചു. ഏറ്റുകുടുക്ക ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുന്നരുവെ UP സ്കൂളിലെ ഓഫീസ് അറ്റൻഡറുമായ അനീഷ് ജോർജിനെ ഞായറാഴ്ച രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ആത്മഹത്യയുടെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സംഘടനകളുടെ പ്രസ്താവനയിൽ പറയുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിയോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും നിർവഹിക്കേണ്ടി വരുന്നത് BLOമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവീസ് സംഘടനകളും SIR നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെ കുറഞ്ഞ സമയത്തിനകം കൂടുതൽ ടാർഗറ്റ് നൽകി മനുഷ്യ സാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുന്നു. ഇതുവഴി BLOമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. NGO അസോസിയേഷനും സമരം പ്രഖ്യാപിച്ചു. മണ്ഡല മകരവിളക്ക് ഉത്സവം. ശബരിമല നട തുറന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. മേൽശാന്തി 18-ാം പടിയിറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിച്ചു. ഇവിടെ ഇരുവടിക്കെട്ടേന്തി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ അദ്ദേഹം കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. 6:30 സോപാനത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിച്ചു. മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങ് നടന്നു. ഇന്നത്തെ ദിവസം പൂജകളുണ്ടായിരുന്നില്ല. തിങ്കൾ പുലർച്ചെ 3-ന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല. മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനത്തിന് തുടക്കമാകും. ദിവസവും പുലർച്ചെ 1 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശനം. ഡിസംബർ 26-ന് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന. 27-ന് മണ്ഡല പൂജ. അന്ന് രാത്രി നട അടക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കും. 30-ന് വൈകിട്ട് 5-ന് മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. 19 വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. 20-ന് രാവിലെ പന്തളം കൊട്ടാരം ജനപ്രതിനിധിയുടെയും ദർശനത്തിനു ശേഷം നട അടയ്ക്കും. ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് നിർബന്ധമാണ്. പ്രതിദിനം 70,000 പേർക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാം. പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ട്. നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പ്. വോട്ടർ പട്ടികയിൽ 2.86 കോടി വോട്ടർമാർ. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിച്ച സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ 2,66,679 പേരെ ഉൾപ്പെടുത്തുകയോ 34,745 പേരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ആകെ 1,35,16,923 പുരുഷന്മാരും 1,51,45,500 സ്ത്രീകളും 289 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 2,86,62,712 വോട്ടർമാരാണുള്ളത്. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച പട്ടികയിലെ വോട്ടർമാർ ഉൾപ്പെടെയുള്ള കണക്കാണിത്. പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ 3,745 വോട്ടർമാരുണ്ട്. വോട്ടർ പട്ടിക അതത് ഇലക്ട്രൽ സെക്ഷൻ ഓഫീസർമാരുടെ പക്കൽ പരിശോധനയ്ക്ക് ലഭ്യമാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് AI പ്രചാരണങ്ങൾക്ക് കർശന നിരീക്ഷണം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാൻ അറിയിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവും. പ്രചരണത്തിന്റെ വിശ്വസ്തതയും മത്സരത്തിലെ തുല്യതയും ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളിലും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണം നടത്തുന്നവരും ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഡീപ് ഫേക്ക്, സിൻഡിക്കേറ്റ് കണ്ടന്റ് എന്നിവ പൊതുജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കാനും സാധ്യതയുള്ളതായി കമ്മീഷൻ വിലയിരുത്തി. ഇത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നീതിപൂർവമാക്കാൻ എല്ലാവരുടെയും സഹകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. IT ആക്ട് 2000, IT റൂൾസ് 2021, ഭാരതീയ ന്യായ സംഹിത 2023, മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇത്തരം ഉള്ളടക്കങ്ങളുടെ നിർമ്മാണത്തിലും പ്രചരണത്തിലും കൃത്യമായി പാലിക്കണം. ഡീപ് ഫേക്ക് വീഡിയോ, ഓഡിയോ, തെറ്റായ വിവരങ്ങൾ, സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം, മൃഗങ്ങളോട് ഹിംസ പ്രചരിപ്പിക്കുന്നത് എന്നിവ പൂർണ്ണമായും വിലക്കുന്നു. ആഗോളതാപനത്തെ ചെറുക്കാൻ സീറോ എനർജി വീടും ലോ കാർബൺ ഹോട്ടലുകളും വേണം. ആഗോളതാപനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടുക കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കുമെന്ന് സെമിനാർ. ഇന്ത്യൻ മഹാസമുദ്രം കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളെ ചുറ്റും ലോക്ക് ചെയ്തിരിക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി സെമിനാറിൽ കാലാവസ്ഥാ വ്യതിയാനവും കേരളവും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച കുസാറ്റിലെ സയൻറ്റിസ്റ്റ് ഡോക്ടർ MG മനോജ് പറഞ്ഞു, താപനിലയിലെ വർധനവ് സമുദ്രങ്ങളെയും കടലിനെയുമാണ് കൂടുതൽ ബാധിക്കുക. രാജ്യം 2070ഓടെയും കേരളം 2050ഓടെയും നെറ്റ് സീറോ കാർബൺ ആക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. നെറ്റ് സീറോ കാർബൺ പ്രായോഗിക മാർഗ്ഗങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ച് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ A. സുകേഷ് സംസാരിച്ചു. മറ്റ് രാജ്യങ്ങളിൽ ലോ കാർബൺ ഹോട്ടലുകൾ വ്യാപകമാകുന്നുണ്ട്. ഇതേ മാതൃകയിൽ കേരളത്തിലും കാർബൺ മെനു ഭക്ഷണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഊർജം, ഗതാഗതം, കൃഷി മേഖലയിലാണ് കേരളം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആവശ്യത്തിന് വേണ്ട ഊർജം സോളാർ പാനൽ, കാറ്റ് എന്നിവ വഴി ഉണ്ടാക്കാൻ സാധിക്കണം. സീറോ എനർജി വീട് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്തി അന്തരീക്ഷത്തിൽ മീഥേനിന്റെ അളവ് കുറക്കുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രാദേശിക സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ സുകേഷ് പറഞ്ഞു. മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലെ പ്രൊഫസർ ഡോക്ടർ MK സതീഷ് കുമാർ അധ്യക്ഷനായി. ശ്രീകണ്ഠാപുരത്ത് നഗരവൽക്കരണ പ്രശ്നങ്ങൾ ഡോക്ടർ TK പ്രസാദ്, ജില്ലയിലെ ഭൂവിനിയോഗം T. അനശ്വര്യ, T. അശ്വിൻ, കണ്ടൽക്കാടുകളിലെ സുസ്ഥിര തേനുൽപാദനം അദ്വൈത് രഞ്ജിത്ത്, ആശ്രയ മനോജ്, CS അർച്ചന, സോളാർ പാനലിലെ മാറ്റം ആദിത്യ കമലാക്ഷൻ, മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം നവീൻ കാന്ത് എന്നിവർ ഗവേഷണ പ്രബന്ധാവതരണം നടത്തി. MS നാരായണൻ മാസ്റ്റർ രചിച്ച കരിവള്ളൂരിലെ ജൈവവൈവിധ്യത്തിന് ഒരാമുഖം എന്ന പുസ്തകം ഡോക്ടർ സുകേഷ് TK ദേവരഞ്ജന് നൽകി പ്രകാശനം ചെയ്തു. ഇന്നലെ നിര്യാതനായ മുൻ സംസ്ഥാന പ്രസിഡന്റ് VK ദാമോദരനെ അനുസ്മരിച്ച് PP ബാബു സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു നിടവല്ലൂർ ക്രോഡീകരിച്ച് സംസാരിച്ചു. പരിസര വിഷയ സമിതി ചെയർമാൻ ഡോക്ടർ K. ഗീതാനന്ദൻ സ്വാഗതവും കൺവീനർ സതീശൻ കസ്തൂരി നന്ദിയും പറഞ്ഞു. ക്വാണ്ടം സിദ്ധാന്തം സൂക്ഷ്മതലത്തിൽ അറിയാം പ്രദർശനത്തിന് കണ്ണൂരിൽ രജിസ്ട്രേഷൻ തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് സംഘമായി കാണാൻ സ്കൂളുകൾക്കും കോളേജുകൾക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ശാസ്ത്രകുതികളായ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സൂക്ഷ്മതലത്തിൽ ക്വാണ്ടം സിദ്ധാന്തം വിശദീകരിക്കുന്ന ക്വാണ്ടം സെഞ്ചുറി പ്രദർശനമാണ് കണ്ണൂരിൽ ജനുവരി 12 മുതൽ 17 വരെ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ ഗവൺമെൻറ് വനിതാ കോളേജിൽ നടക്കുക. ടൺ കണക്കിന് ഭാരമുണ്ടായിരുന്ന ആദ്യകാല കമ്പ്യൂട്ടറിൽ നിന്നും ചെറിയ നാനോ ചിപ്പുകളിലേക്കുള്ള ശാസ്ത്രീയ ജൈത്രയാത്ര വിശദീകരിച്ചാണ് ഓരോ സ്റ്റാളുകളും കണികാ സിദ്ധാന്തത്തിലേക്ക് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുക. പക്ഷികൾ ദേശാടനത്തിനു ശേഷം കൃത്യമായി തിരിച്ചെത്തുന്നതിന് പിന്നിലുള്ളത് ക്വാണ്ടം ബയോളജിയാണെന്ന് പ്രദർശനം വിശദീകരിക്കും. ആവർത്തന പട്ടിക, ആറ്റം ഘടന, ഓർബിറ്റൽ തിയറി, സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയവയും ഫ്ലൂറൻസസ്, സൂപ്പർ ഫ്ലൂറിഡിറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുമെല്ലാം എക്സിബിറ്റുകളിൽ മോഡലുകളുമായി പ്രദർശനത്തിലുണ്ട്. TK രാധ, ബിബ ചൗധരി തുടങ്ങിയ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് ശ്രീജ, പള്ളിത്തന്റെ ശില്പങ്ങൾ, ക്വാണ്ടം സയൻസിലെ ഇന്ത്യൻ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന R. യദുനാഥിന്റെ പെയിന്റിംഗ് പരമ്പര, ജസ്റ്റിൻ ജോസഫ് ഒരുക്കിയ
ഐൻസ്റ്റൈനും മേരി ക്യൂരിയും പുതിയ കലാസൃഷ്ടികളും പ്രദർശനത്തിന്റെ ഭാഗമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുകെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കുസാറ്റിൽ ഒരാഴ്ചയായി നടന്ന പ്രദർശനം 16-ന് സമാപിച്ചു. ഇനി ഓരോ ജില്ലകളിലാണ് പ്രദർശനം. സ്കൂളുകൾക്കും കോളേജുകൾക്കും എക്സിബിഷൻ കാണാൻ www.q.iuca.co.in ൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9961354678 9495534636. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആർ കീർത്തി കണ്ണൂർ ജില്ലയിലെ പൊതുനിരീക്ഷക. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പൊതുനിരീക്ഷകയായി IFS ഉദ്യോഗസ്ഥയായ ആർ കീർത്തിയെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായി ജില്ലയിലെ ചെലവ് നിരീക്ഷകരെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരാണ് ചെലവ് നിരീക്ഷകരായി നിയോഗിച്ചിട്ടുള്ളത്. ചെലവ് നിരീക്ഷകർ ഹരികുമാർ ജി, പയ്യന്നൂർ ബ്ലോക്ക്, കല്യാശ്ശേരി ബ്ലോക്ക്, പയ്യന്നൂർ നഗരസഭ; സുനിൽ ദാസ് S, തളിപ്പറമ്പ് ബ്ലോക്ക്, ആന്തൂർ നഗരസഭ, തളിപ്പറമ്പ് നഗരസഭ, ശ്രീകണ്ഠാപുരം നഗരസഭ; ജോൺ മനോഹർ A, ഇരിക്കൂർ ബ്ലോക്ക്, ഇരിട്ടി ബ്ലോക്ക്, ഇരിട്ടി നഗരസഭ; ചന്ദ്രൻ V, പേരാവൂർ ബ്ലോക്ക്, കൂത്തുപറമ്പ് ബ്ലോക്ക്, കൂത്തുപറമ്പ് നഗരസഭ; A, ഷിബു, പാനൂർ നഗരസഭ, തലശ്ശേരി നഗരസഭ, പാനൂർ ബ്ലോക്ക്, തലശ്ശേരി ബ്ലോക്ക്; Y, അഹമ്മദ് കബീർ, എടക്കാട് ബ്ലോക്ക്, കണ്ണൂർ ബ്ലോക്ക്; N, ശ്രീകുമാർ, കണ്ണൂർ കോർപ്പറേഷൻ. നിരീക്ഷകരുടെ വിവരങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യം കടം വാങ്ങി കൂടുതൽ പണം തട്ടാൻ സഹപാഠിയെ ഹണി ട്രാപ്പിൽ കുടുക്കി. യുവതിയും ഭർത്താവുമടക്കം 4 പേർ അറസ്റ്റിൽ. ഹണി ട്രാപ്പിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവുമടക്കം 4 പേർ അറസ്റ്റിൽ. ചുങ്കത്തറ പള്ളിക്കുത്ത് സ്വദേശി തൊണ്ടുകുളത്തിൽ രതീഷ് 42 ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് യുവതി ഭർത്താവുമടക്കം 4 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പള്ളിക്കുന്ന് സ്വദേശിനി ഇടപ്പാലം സിന്ധു 41, ഭർത്താവ് ശ്രീരാജ് 44, സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുന്ന് കൊന്നമ്മണ മടുക്കോലയിൽ പ്രവീൺ 38, നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കക്കാനാട്ടുപറമ്പിൽ മഹേഷ് 25 എന്നിവരെയാണ് CITV ധനജദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ ഒരാളായ സാബു ഒളിവിലാണ്. പള്ളിക്കുത്ത് സ്വദേശി ഡൽഹിയിൽ വ്യവസായിയും സ്ഥിരതാമസക്കാരനുമായ രതീഷ് പള്ളിക്കുത്തുള്ള വീട്ടിൽ ജൂൺ 11-നാണ് ആത്മഹത്യ ചെയ്തത്. രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചത്. രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു. സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. രതീഷിൽ നിന്നും കൂടുതൽ പണം തട്ടിയെടുക്കാനും സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് പദ്ധതി തയ്യാറാക്കി. സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂടെ കൂട്ടി. രതീഷ് നാട്ടിലെത്തിയ സമയത്ത് സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്ന വീഡിയോ പകർത്തി. തുടർന്ന് ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. രതീഷ് വഴങ്ങാതായപ്പോൾ ഭാര്യയ്ക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുത്തു. മാനസിക സമ്മർദ്ദത്തിലായ രതീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. SI സതീഷ് കുമാർ, SI ഷീജ, സീനിയർ CPO V അനൂപ്, CPOമാരായ A സുദേവ്, രേഖ, നജ്മുദ്ദീൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നവംബർ 16 ജയന്റെ ഓർമ്മകളിൽ 45 വർഷം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ ഓർമ്മപ്പെടുന്ന 1980 നവംബർ 16-ന് ഷോലാവാരത്ത് നടന്ന ആ ഹെലികോപ്റ്റർ അപകടമാണ്. അതിൽ മലയാളികളുടെ പ്രിയതാരമായ ജയൻ ജീവൻ നഷ്ടപ്പെട്ടത് ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ തീരാത വേദനയായി തുടരുന്നു. കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു സംഭവം. രംഗത്തിൽ ജയൻ ഒരു ഹെലികോപ്റ്ററിനൊപ്പം കാണപ്പെടുന്ന ധൈര്യസാഹസികമായ ഒരു സീൻ ചെയ്യുകയായിരുന്നു. ഹെലികോപ്റ്റർ നിലത്ത് തൂങ്ങിയിരിക്കെ ജയൻ അതിന്റെ വാതിൽ പുറത്ത് തൂങ്ങി നിന്നു. എന്നാൽ പെട്ടെന്ന് കോപ്റ്ററിന്റെ ബാലൻസ് തെറ്റി ഒരു വശത്ത് ഭാരം കൂടിയതോടെ അത് ചരിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട കോപ്റ്ററിന്റെ ഫാൻ ലീഫ് ജയന്റെ തലഭാഗത്ത് തട്ടിയതായി അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിനുശേഷം കോപ്റ്റർ താഴെ വീണതും ജയൻ നിലത്ത് ഇടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ രംഗം പുനരാവിഷ്കരിക്കാൻ പോലും സിനിമാ രംഗത്തിന് സാധിച്ചില്ല. ജയന്റെ തന്നെ ധൈര്യം ചിത്രീകരിക്കുന്ന ആ ദൃശ്യങ്ങൾ പിന്നീട് സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു.
അന്നത്തെ വാർത്തകളിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞുവെങ്കിലും അപകടത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നു. ചിലർ അത് മെക്കാനിക്കൽ ഫ്ലോട്ടിലാണെന്നും കരുതിയപ്പോൾ മറ്റു ചിലർ ജയന്റെ അതിരു കടന്ന റിയലിസം തന്നെയാണ് കാരണമെന്ന് അഭിപ്രായപ്പെട്ടു. 2025 നവംബർ 16 ഈ ദാരുണ അപകടത്തിൽ 45 വർഷം തികയുന്നു. എന്നാൽ ഇന്നും ജയന്റെ ആരാധകർ, സിനിമാ പ്രേമികൾ, സഹപ്രവർത്തകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതാണ്: ജയൻ മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്നു. മലയാള സിനിമയിലെ ആക്ഷൻ നായകത്വത്തിന് പുതിയ അർത്ഥം നൽകിയ അനശ്വരമായ ആ പേര് ജയൻ ഇന്ന് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയായി മാത്രം ബാക്കിയാണെങ്കിലും അവന്റെ ധൈര്യത്തിന്റെ പ്രതിധ്വനി ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.